Hi, hello, my dear students. We are starting our class Resource Utilization and Sustainability, Chapter 6. അപ്പോൾ ക്ലാസ് 8 സ്റ്റുഡൻസ്, മൈ ഡിയർ ചിൽഡ്രൻ, നമുക്ക് നമ്മുടെ പാർട്ട് 3 ക്ലാസ്സിലേക്ക് കയറാം. റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി നമ്മുടെ സെക്കൻഡ് ടൈം പോർഷനാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം തുടക്കത്തിലേ ഒന്ന് പറയട്ടെ. നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ ടീച്ചറിൻ്റെ ഈ വീഡിയോ എടുത്ത് കാണുക. അപ്പോൾ നോട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ നോട്ട് എഴുതുക. ഓക്കെ. 10th കുട്ടികൾക്കൊക്കെ ടീച്ചർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. PDF ആയിട്ട് അവർക്ക് അവരുടെ നോട്ടുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ. പക്ഷേ നിങ്ങൾ 8ാം ക്ലാസ്സുകാർക്ക് എല്ലാം അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചെയ്യുക. ഇനിയും എന്തെങ്കിലും PDF വേണമെങ്കിൽ നിങ്ങൾ ടീച്ചറിന് കമൻറ്റ് ചെയ്യുക, ടീച്ചറിന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക. ഞാൻ ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാൻ തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സജഷൻ ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യരുത്. അത് കണ്ടതിന് ശേഷമേ നിങ്ങൾ പാർട്ട് 3 വീഡിയോ കാണാവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചു മെറ്റൽസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മെറ്റൽസിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും ഉണ്ട്, അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ്. നോൺ മെറ്റാലിക്കിനകത്ത് നമ്മൾ എന്തൊക്കെ കണ്ടു? ഓർഗാനിക് മിനറൽസ് ആൻഡ് ഇനോർഗാനിക് മിനറൽസ്, അല്ലേ? അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും നമ്മൾ നടത്തി. അതിൻ്റെ യൂസസും നമ്മൾ എഴുതി. ഓക്കെ, യൂസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പാർട്ട് 2 വീഡിയോ കണ്ട് പഠിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ ടീച്ചർ ആ ഒരു യൂസസ് ഒന്നുകൂടി എടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ യൂസസ് ഓഫ് ദി ഗിവൺ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ആ ആക്ടിവിറ്റി ഇവിടെ ചെയ്യാം. അയൺ, കൺസ്ട്രക്ഷൻ ഫീൽഡിനാണ് അയൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂസ് കൺസ്ട്രക്ഷൻ, അയൺ ആൻഡ് സ്റ്റീൽ, അല്ലേ? ദെൻ ഗോൾഡ്, മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. ദെൻ കോപ്പർ, ഇലക്ട്രിക്കൽ വയറിങ്. നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ആ വയറെല്ലാം കോപ്പറാണ്. ഓക്കെ. ദെൻ ഗ്രാഫൈറ്റ്, നോൺ മെറ്റാലിക് മിനറൽസിൽ ഗ്രാഫൈറ്റ്, പെൻസിൽ മേക്കിംഗ്, പെൻസിലിൻ്റെ കളർ വരുന്ന സംഭവം ഗ്രാഫൈറ്റ് ആണ്. ദെൻ പെട്രോൾ, ഫ്യൂവൽ, അല്ലേ? ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു, പെട്രോളിൻ്റെ ഉപയോഗം. ദെൻ ക്ലേ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്ലേ? മേക്ക് പോട്ടറി. ക്ലേക്ക് പല യൂസസ് ഉണ്ട് കേട്ടോ. ടീച്ചർ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മറ്റ് കറക്റ്റായിട്ടുള്ള മറ്റ് യൂസസും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മിനറൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മിനറൽ റിസോഴ്സസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ്? ഓക്കെ, അതിൻ്റെ ഒരു മാപ്പാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇന്ത്യൻ മാപ്പ്, മിനറൽസ് ആൻഡ് മെറ്റൽ റിസോഴ്സസ്. ഇതിൻ്റെ സൂചനയിലേക്ക് ഒന്ന് നോക്കിയേ. അയൺ, അലൂമിനിയം, കോപ്പർ, മഗ്നീഷ്യം, ഇങ്ങനെ ഉള്ള മിനറൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലും നമുക്ക് നല്ല ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഇന്ത്യ മിനറൽ റിസോഴ്സസ്, പേജ് നമ്പർ 93. അവിടെ തന്നിരിക്കുന്ന ഇൻഡെക്സ് നോക്കുക. ഇൻഡെക്സ് ഇവിടെ ഈ ഗ്രൂപ്പിലെ ഇൻഡെക്സ് പോലെ കുറച്ചുകൂടി ബെറ്ററാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇൻഡെക്സ്. അതിനകത്ത് ആസ്പെറ്റോസ്, ബോക്സൈറ്റ്, കോൾ, ദെൻ ഡോളമൈറ്റ്, സ്വർഗം, ദെൻ ഗോൾഡ്, ജിപ്സം, അയൺ, ലെഡ്, സിങ്ക്, ലൈംസ്റ്റോൺ, മാംഗനീസ്, മൈക്ക, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ്. ഇത്രയും മിനറൽസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മെറ്റാലിക്കും ഉണ്ട്, നോൺ മെറ്റാലിക്കും ഉണ്ട്. ഓക്കെ, മെറ്റാലിക് മിനറൽസും ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസും ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെ അതിൻ്റെ സിമ്പിൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ആസ്പെറ്റോസ്, അതിൻ്റെ സിമ്പിൾ കണ്ടോ? ബോക്സൈറ്റിന് കൊടുത്തിരിക്കുന്ന സിമ്പിൾ കണ്ടോ? ഒരു ട്രയാങ്കിൾ, അതിൻ്റെ എന്താണ് കളറ്? ഒരു റെഡ് കളർ കൊടുത്തിരിക്കുന്നു. കോളിനാണെങ്കിൽ ഒരു ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ കോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ബ്ലാക്ക് ഡോട്ട് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കോൾ റിസോഴ്സ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ റിസോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം?
അവിടെ നമ്മൾ മൈൻ ചെയ്ത് ചെന്നാൽ നമുക്ക് ഈ റിസോഴ്സ് കിട്ടും. അപ്പോൾ കോള് കിട്ടണമെങ്കിൽ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാം. കോള് കർണാടകയിലോട്ട് നോക്കിയും അവിടെ കോള് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? അതുപോലെ തന്നെ കോള് തന്നിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ കോള് തന്നിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും നമുക്ക് കോളിൻ്റെ ഡെപ്പോസിഷൻ കാണാൻ പറ്റും. ദെൻ ഗോൾഡ് നോക്കിക്കേ, ഗോൾഡ് അല്ലേ നമുക്ക് ഏറ്റവും വിലയുള്ള സാധനം. ഗോൾഡ് തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും മൈൻ ചെയ്തെടുക്കാനുള്ള സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. ദെൻ കർണാടക, നമ്മൾ കോലാറൊക്കെ പഠിച്ചതാണ്, KGF അല്ലേ, കർണാടകയിൽ തന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഗോൾഡ് കാണിക്കുന്നുണ്ട്, മധ്യപ്രദേശിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഒന്ന് വിശദമായിട്ട് നിങ്ങൾ ഈ മാപ്പ് ഒന്ന് പഠിക്കണം കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ 93 എടുത്ത് പഠിക്കുക. എവിടേക്കാണ് മിനറൽ റിസോഴ്സസ് നമുക്കുള്ളത്? അത് മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും ഒരുമിച്ചാണ് മാപ്പിൽ തന്നിരിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, നമുക്ക് ആ ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റി. മേജർ മിനറൽസ് ഇൻ ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് വേർ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ മാപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആക്ടിവിറ്റിയാണിത്. മാപ്പ് നോക്കിയിട്ട് വേണം ഈ ആക്ടിവിറ്റി ചെയ്യാൻ. ഒന്നാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗോൾഡ് എവിടെയൊക്കെ ഉണ്ടെന്നാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആ ഗോൾഡ് ഒന്ന് കണ്ടു. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക ആൻഡ് ജാർഖണ്ഡ്. ദെൻ അയൺ, ഒഡീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ദെൻ കർണാടക, ഗോവ. In all these states we can see the deposit of iron resource. Then coal അല്ലേ, നമുക്ക് ഏറ്റവും വേണ്ട ഒരു റിസോഴ്സാണ്. ഇപ്പോൾ അധികം യൂസ് കോളിന് ഇല്ല. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫ്യൂവലായിരുന്നു കോൾ. നോക്കിക്കേ, ഒഡീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, തെലുങ്കാന, ദെൻ മഹാരാഷ്ട്ര. ഓക്കെ, ഇനി വേറെയും കാണും കേട്ടോ. ടീച്ചറിൻ്റെ ഈ ഒരു ലിസ്റ്റ് പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇനിയും അതേ കോളുള്ള മറ്റ് സ്റ്റേറ്റുകളും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായും കണ്ടുപിടിക്കണം, നിങ്ങൾ എഴുതണം. ഓക്കെ, ടീച്ചർ തന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ എഴുതുക. ഇനിയും നമുക്കറിയാം, അയണിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മിനറലാണ് മാംഗനീസ്. അയണും മാംഗനീസും കൂടി ചേർക്കുമ്പോഴാണ് നമുക്കത് സ്റ്റീലായിട്ട് മാറുക. അപ്പം മാംഗനീസ് എവിടെയൊക്കെയുണ്ട്? ഒഡീസയിലുണ്ട്, കർണാടകയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിള് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പൂർത്തിയാക്കുക. ഓക്കെ, ദെൻ മിനറൽസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺട്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ. മിനറൽസ് എന്ന് പറയുന്നതിൻ്റെ ഡെപ്പോസിറ്റ്, റിസോഴ്സ്, മിനറൽ റിസോഴ്സ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിനറൽസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺട്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, അതിനു വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ്, റിസോഴ്സാണ് മിനറൽസ്. ഒരു രാജ്യത്ത് മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടോ, ആ രാജ്യം രക്ഷപ്പെട്ടു. മിനറൽസ് ആർ വെരി യൂസ്ഫുൾ ഫോർ ഹ്യൂമൻസ്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺട്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. മിനറൽസ് ആർ ദ മെയിൻ റോ മെറ്റീരിയൽ ഫോർ ഇൻഡസ്ട്രീസ്. റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുവാണ്. മിനറൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫാക്ടറികൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. ഫാക്ടറികൾക്ക് വേണ്ട കൂടുതലും റോ മെറ്റീരിയൽ നമുക്ക് മിനറൽസ് ആണ്. മിനറൽസ് അത് മെറ്റാലിക് മിനറൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നോൺ മെറ്റാലിക് മിനറൽസും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള മിനറൽ ഏതൊക്കെയാണ്? കോളും പെട്രോളിയവും. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതല്ലേ, നോൺ മെറ്റാലിക് അല്ലേ. മെറ്റാലിക് മിനറൽസായ അയൺ ഓറ്, മാംഗനീസ്, ബോക്സൈറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഏതാണ്? മിനറൽസ്. ദെൻ ക്ലാസിഫൈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഓൺ ദ ബേസിസ് ഓഫ് റോ മെറ്റീരിയൽ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ റോ മെറ്റീരിയലിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി, ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി. അപ്പം നമ്മുടെ ഫാക്ടറികളെ, ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫാക്ടറി, ഇൻഡസ്ട്രികളെ നമുക്ക് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ തിരിക്കുന്നത്? അതിൻ്റെ വലിപ്പം നോക്കിയിട്ടോ ഫാക്ടറിയിൽ എന്താ ഉണ്ടാകുന്നതെന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല. അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പോൾ ചിലതൊക്കെ കൃഷി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുക.
അതിനെ നമ്മൾ എന്ത് വിളിക്കും? അഗ്രോ ബേസ്ഡ്. അഗ്രികൾച്ചർ എന്നുള്ള വാക്കിൽ നിന്നാണ് അഗ്രോ ബേസ്ഡ്. എക്സാമ്പിൾ നോക്കിക്കേ, ഷുഗർ ഇൻഡസ്ട്രി അതിന് എക്സാമ്പിളാണ്. കാരണം കരിമ്പുണ്ടെങ്കിൽ നമുക്കറിയാം ഷുഗർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ, ഷുഗർ കെയിൻ. അപ്പോൾ ഷുഗർ കെയിൻ ആണ് അതിൻ്റെ റോ മെറ്റീരിയൽ. വേറെ അവിടെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, ഷുഗർ കെയിൻ അവിടെ കാണണം അല്ലേ. ഒരു ഷുഗർ ഫാക്ടറി ചെന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബണ്ടിൽസ് ഓഫ് എന്താണ് കാണുക? ഷുഗർ കെയിൻ. അപ്പോൾ അതൊരു അഗ്രോ ബേസ്ഡാണ്. വേറൊന്ന് പറയാമല്ലോ, നമുക്ക് നമ്മുടെ റബ്ബർ ഉപയോഗിക്കുന്ന എത്രയോ ഇൻഡസ്ട്രികളുണ്ട്, അത് റബ്ബർ ഇൻഡസ്ട്രി. ഓക്കെ. മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്താണ്? അവിടുത്തെ റോ മെറ്റീരിയൽ മിനറൽ ആയിരിക്കും. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. അയൺ ഉപയോഗിച്ച് നടത്തുന്ന, അയൺ എന്ന് പറയുന്ന ഒരു മെറ്റാലിക് മിനറലാണ്, അത് ഉപയോഗിക്കുന്ന ഇത്. ദെൻ കെമിക്കൽ ഇൻഡസ്ട്രി, പെട്രോളിയം ഇൻഡസ്ട്രി. കെമിക്കൽ, പെട്രോളിയം, അത് ഓർഗാനിക്കാണ് അല്ലേ, ഓർഗാനിക്. ദെൻ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി, എക്സാമ്പിൾ എന്താണ്? പേപ്പർ ഇൻഡസ്ട്രി. പെപ്പർ എന്ന് പറയുന്നത് അഗ്രോ ബേസ്ഡ് ആയി പോകും അല്ലേ, നിങ്ങൾക്കറിയാം. പെപ്പർ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറിലൂടെ ലഭിക്കുന്ന ഒരു റോ മെറ്റീരിയലാണ്. അത് ടീച്ചർ തെറ്റിപ്പോയതാണ്, ആരും അത് ചിന്തിക്കരുത്. പേപ്പർ ഇൻഡസ്ട്രി. കാരണം എന്താണ്? നമുക്കറിയാം മുളയും അല്ലെങ്കിൽ അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വുഡ്സൊക്കെയാണ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ നിന്നാണ് അത് കൂടുതലും കിട്ടുന്നത്. സോ ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് പേപ്പർ ഇൻഡസ്ട്രി. ദെൻ ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രി, അതെന്താണ്? ആനിമലിൻ്റെ എന്തെങ്കിലും ആയിരിക്കും അവിടുത്തെ റോ മെറ്റീരിയൽ. അപ്പം ചിലപ്പോൾ സ്കിന്നൊക്കെ ആയിരിക്കാം അല്ലേ. ലെതർ ഇൻഡസ്ട്രി. ഓക്കെ. ഓരോ എക്സാമ്പിളേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താം, എഴുതാം. അങ്ങനെ കണ്ടെത്തണം, അപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ നമുക്ക് റോ മെറ്റീരിയൽ വെച്ച് എത്രയായിട്ട് തിരിക്കാം? 5 കാറ്റഗറൈസേഷൻ. ഓക്കെ. ദെൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ആളുകളൊക്കെ ജോലി തേടിയൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കൂടുതലും നമുക്ക് ഇൻഡസ്ട്രീസ് ഉള്ളതെന്ന് നോക്കിയേ. ഇത് തന്നിരിക്കുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് കൂടുതലും ഇതിനകത്ത് കാണുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ടെക്സ്റ്റൈൽസ് ഉണ്ട്. ടെക്സ്റ്റൈൽ. അപ്പോൾ ടീച്ചർ എടുത്തപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് നമ്മുടെ സ്ലൈഡിനകത്ത് വെച്ചു. നിങ്ങൾക്ക് പക്ഷേ നോക്കാനായിട്ട് നല്ലൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇന്ത്യ എന്നുള്ള പേരിൽ നിങ്ങളുടെ പേജ് നമ്പർ 95 എല്ലാവരും എടുത്തേ. അവിടെ തന്നിരിക്കുന്ന മാപ്പിലേക്ക് എല്ലാവരും നോക്കുക. എന്തൊക്കെ ഇൻഡസ്ട്രീസാണ് അവിടെ തന്നിരിക്കുന്നത്? ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി, സിൽക്ക് ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി. ഇതിൽ ടീച്ചർ തന്നിരിക്കുന്ന ഈ ഒരു നിങ്ങൾ ഈ PPTയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സിൽക്കൊക്കെ അവിടെ തന്നിട്ടുള്ളൂ കേട്ടോ. സിൽക്കും കോട്ടണും ഒക്കെ തന്നിട്ടുള്ളൂ. കോട്ടൺ അവിടെ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഡോട്ടിലാണ്. സിൽക്ക് തന്നിരിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ചിഹ്നമാണ് തന്നിരിക്കുന്നത്. അവിടെ റെഡ് കളറിൽ കാണുന്നത് വൂളൻ ടെക്സ്റ്റൈലാണ്. വൂളൻ കമ്പിളി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ചുവന്ന നിറത്തിൽ ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം ടെക്സ്റ്റൈലാണ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിലെ ആ ഒരു മാപ്പ് വളരെ നല്ലതാണ്. അതിനകത്ത് മറ്റ് ഇൻഡസ്ട്രികളും കാണിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഉണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ട്, പെട്രോകെമിക്കൽ ഉണ്ട്, സിൽക്ക് ഉണ്ട്, കോട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് പഠിച്ചിട്ട് നമുക്കൊരു ടേബിൾ പൂർത്തിയാക്കാനുണ്ട്. നമുക്ക് ആ ടേബിൾ ഒന്ന് കാണാം. നോക്കിക്കേ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഏതൊക്കെ സ്റ്റേറ്റുകളിലുണ്ട്? ഒഡീസ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡിലും നമുക്ക് കാണാം അയൺ ആൻഡ് സ്റ്റീൽ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ബ്ലാക്ക് ഡോട്ടാണ് കൊടുത്തിരിക്കുക, ബ്ലാക്ക് ഡോട്ട്. ദെൻ നെക്സ്റ്റ് കോട്ടൺ ഇൻഡസ്ട്രി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്. നോക്കിക്കേ, കോട്ടൺ ഇൻഡസ്ട്രി. കോട്ടൺ ഒരു യെല്ലോ കളറിലല്ലേ തന്നിരിക്കുന്നത്? ഓക്കെ, യെല്ലോ കളർ റെക്റ്റാങ്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുക ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റുകൾ പൂർണ്ണമല്ല കേട്ടോ. കോട്ടൺ ഇൻഡസ്ട്രി ഉള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ച് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, വെസ്റ്റ് ബംഗാളൊക്കെ അതിൻ്റെ സ്ഥലങ്ങളാണ്. പെട്രോകെമിക്കൽ അതെന്താണ്? ഒരു റെഡ് ട്രയാങ്കിൾ ഷേപ്പാണ് തന്നിരിക്കുക. ദെൻ സിൽക്ക് ഇൻഡസ്ട്രി എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു റെഡ് ഡോട്ടാണ് തന്നിരിക്കുക. സിൽക്ക് ഇൻഡസ്ട്രി എവിടെയൊക്കെയുണ്ട്? കർണാടകയിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, ആസാമിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട് അല്ലേ. ഇതൊന്നും കംപ്ലീറ്റ് അല്ല. നിങ്ങൾക്ക് കൂടുതൽ സ്റ്റേറ്റുകളുടെ പേരെഴുതി ഈ ഒരു ടേബിളിനെ നിങ്ങൾക്ക് വിപുലീകരിക്കാവുന്നതാണ്. എല്ലാവരും
ചെയ്യണം. നന്നായിട്ട് ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചോണം. നിങ്ങൾക്ക് ഭാവിയിൽ അവിടെയൊക്കെ ജോലി സാധ്യതകളുണ്ട്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫാക്ടറികളുണ്ട്. അവിടെ റോ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് അവിടെ ഫാക്ടറി കാണും, അവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടും. അപ്പം ഭാവിയിൽ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ പോകാനുള്ളവർ അപ്പോൾ ആ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് കണ്ടുവെക്കുക. ഓക്കെ. Then, iron and steel industry or iron industry is the foundation of the Indian economy. Prepare a note. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഫൗണ്ടേഷൻ, അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അയൺ ഇൻഡസ്ട്രിയാണ്. ഇവിടെ കണ്ട പല ഇൻഡസ്ട്രികൾ നമ്മൾ കണ്ടു. ഇലക്ട്രോണിക്, പിന്നെ പെട്രോ കെമിക്കൽ, സിൽക്ക്, കോട്ടൺ, ജൂട്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതൊന്നുമല്ല. ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയാവുന്നത് അയൺ ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് നോക്കാം. എമംഗ് ദ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ദ അയൺ ആൻഡ് സ്റ്റീൽ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് കോൾഡ് ദ ബേസിക് ഇൻഡസ്ട്രി ആസ് ഇറ്റ് പ്രൊവൈഡ് ദ റോ മെറ്റീരിയൽ ആൻഡ് പ്രോഡക്ട്സ് റിക്വയർഡ് ഫോർ അതർ ഇൻഡസ്ട്രീസ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ മറ്റ് ഇൻഡസ്ട്രികളുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ റിക്വയർഡ് വേണം. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ കൂട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും മറ്റ് ഇൻഡസ്ട്രികളും ക്ലോസ് ആയി പോകും. കാരണം എന്താ? മറ്റ് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ടെങ്കിലല്ലേ മെഷീൻസ് ഉണ്ടാവുള്ളൂ. ഈ മെഷീൻ ഉണ്ടെങ്കിലല്ലേ മറ്റ് ഫാക്ടറികളൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. So, iron and steel industry is called the basic industry as it provides the raw material and products required for other industries. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളുടെയും മാതാവെന്ന് പറയാവുന്ന ഇൻഡസ്ട്രിയാണ് ഏത്? അയൺ ആൻഡ് സ്റ്റീൽ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ഓൾസോ നോൺ ആസ് എ ഹെവി ഇൻഡസ്ട്രി. അതാണ് ഹെവി ഇൻഡസ്ട്രി. അവിടുത്തെ പ്രോഡക്ട്സ് എല്ലാം ഹെവിയാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻ ദ വേൾഡ്. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി നടത്തുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം ടാറ്റ, അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഫേമായിരുന്നു ടാറ്റ. അപ്പോൾ ടാറ്റയുടെയും അതുപോലെ തന്നെ ഭാരത് എന്ന പേരിലൊക്കെ ധാരാളം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ നമുക്കുണ്ട്. ടാറ്റയെ നമുക്ക് വളരെ നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു ഫേമാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. അവർ ആണ് നമ്മുടെ ഗവൺമെൻറ്റിന് പോലും അതിനുള്ള പണമില്ലാഞ്ഞ കാലത്ത് പണം സ്വരൂപിച്ച് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനമാണ് ഈ ടാറ്റ. അപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ് ഒരു ബേസിക് ഇൻഡസ്ട്രി, ഫൗണ്ടേഷൻ നമുക്ക് വേണേൽ പറയാം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ പ്രൊഡ്യൂസേഴ്സാണ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ താങ്ക് യു ചിൽഡ്രൻ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുക. ഇന്ത്യയിലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എവിടെയൊക്കെയുണ്ട്, അതിൻ്റെ മാപ്പ്, ആ സ്ഥലങ്ങൾ, ആ പർട്ടിക്കുലർ ഏരിയാസ്, സിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, അതിൻ്റെ പേര്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികളുടെ പേര്. അപ്പം ഞാനൊരു ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, ടിസ്കോ എന്നാണ് അതിന് പറയുന്നത്. മറ്റ് കമ്പനികളും ഉണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.